മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശന് ചുട്ട മറുപടിയുമായിട്ടാണ് ബി ഗോപകുമാർ രംഗത്തെത്തിയിട്ടുള്ളത്. 3 BJP MLA-മാരെ വിജയിപ്പിച്ച അവിടെയുള്ള ജനങ്ങളെ അപമാനിച്ചതിനാണ് മറുപടിയുമായിട്ട് ബി ഗോപകുമാർ രംഗത്തെത്തിയത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മറുപടിക്ക് മുമ്പേ ആയിട്ട് എങ്ങനെയാണ് സതീശൻ ജനങ്ങളെ അപമാനിച്ചത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. രാഷ്ട്രീയ ദുരൂഹത ഉണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങയോട് ഞാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം. ഈ കണക്ക് തരുന്ന സമയത്ത് അങ്ങ് നിയമത്തെ ഒരു കണക്ക് പറഞ്ഞു. നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി 3 എടുത്തു. നിങ്ങൾ നിയമത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ലേ? നിയമത്ത് ഞങ്ങളുടെ മാത്രമാണ് വോട്ട് കുറഞ്ഞത്. LDF-ന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ? LDF-ന്റെ വോട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞപ്പോൾ അങ്ങയുടെ ഉപദേശകരെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തൊരു കാര്യം കൂടി പറയാം. ചാത്തന്നൂര് ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 1000-ഓളം വോട്ട് കൂടിയപ്പോൾ നിങ്ങളുടെ LDF-ന്റെ 11,771 വോട്ട് താഴോട്ട് പോയി. അപ്പൊ നിയമത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ചാത്തന്നൂരത്തെ കാര്യം പറയണ്ടേ? കഴക്കൂട്ടത്ത് UDF 4,188 വോട്ട് കൂടുതൽ മേടിച്ചു. നിങ്ങളുടെ വോട്ട് എത്ര പോയെന്നറിയാമോ? 17,554. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞെന്ന് പറഞ്ഞു. കഴക്കൂട്ടത്ത് നമ്മൾ 2 പേരെ കുറഞ്ഞു, മനസ്സിലായ? പിന്നെ അല്ല, നിയമത്ത് കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് 2 ഞങ്ങളുടെ വോട്ട് കൂടി. ചാത്തന്നൂരും കൂടി, കഴക്കൂട്ടത്ത് നമ്മുടെ കൂടി ഭയങ്കരമായിട്ട്. കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് 17,554, ചാത്തന്നൂര് 11,771 പോയി. അപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞ വാദഗതി കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ജയിപ്പിച്ചാണ് അവര് 3 പേര്. കറക്റ്റാണ്, അതാണല്ലോ പറഞ്ഞത്. അങ്ങ് ഉദ്ദേശിച്ചതാണല്ലോ. ഞങ്ങള് 3-ാം സ്ഥാനത്ത് പോയിട്ട് ഞങ്ങൾ അന്നും 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഇവരെ സഹായിപ്പിച്ചത്. അങ്ങ് പറഞ്ഞ ആർഗ്യുമെന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളാണ് ഓൺ എ സിൽവർ പ്ലാറ്റർ, ഒരു വെള്ളിത്താളത്തിലാക്കി നിങ്ങളുടെ നേതാക്കന്മാർ പ്രതിനിധാനം ചെയ്തിരുന്ന സീറ്റുകൾ BJPക്ക് സമ്മാനിച്ചു ആണ്. അങ്ങ് പറഞ്ഞ ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ അതാണ്, നിങ്ങളാണ് കൊടുത്തത്. അതിനെയാണ് ഞങ്ങൾ ഡീലാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കണക്കുകൾ കൃത്യമായിട്ടുണ്ടാവും. ആർക്കും മാറ്റി മറിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ കേട്ടില്ലേ? ഈ മുഖ്യമന്ത്രിയോട് വി ഡി സതീശനോട് ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ഉളുപ്പില്ലേ? മാനമില്ലേ? നാണമില്ലേ? ബോധമുള്ള സകല മലയാളികളും ഈ ചോദ്യമല്ലേ ചോദിക്കുക? കഴക്കൂട്ടത്തും നേമത്തും അതേപോലെ തന്നെ ചാത്തന്നൂരും അവിടെയുള്ള ജനങ്ങളാണ്. അത് നിങ്ങളുടെ വോട്ട്, മറ്റേടത്തെ വോട്ട്. ഉളുപ്പില്ലേ? ജനവിധിയെ ഇനിയെങ്കിലും ഒന്ന് അംഗീകരിക്കൂ. 3 സ്ഥലങ്ങളിൽ BJP MLA വിജയിച്ചതിന്, BJP MLA-മാർ വിജയിച്ചതിന് ഇടതുപക്ഷം പറയുന്നു കോൺഗ്രസോ, കോൺഗ്രസ് പറയുന്നു ഇടതുപക്ഷോ. ജനങ്ങളാണ് വിജയിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിന്റെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവോ കഴക്കൂട്ടത്തെയും നേമത്തെയും അതേപോലെ തന്നെ ചാത്തന്നൂരെയും ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുക. ജനവിധി അംഗീകരിക്കാൻ പഠിക്കൂ. ഉളുപ്പില്ലാതെ മറ്റ് വിഷയങ്ങളിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഉളുപ്പില്ലാതെ ഇപ്പോഴും അവിടെ ജയിച്ചത് അവരാണ്, ഇവരാണ്. നാണമില്ലേ? ഇതുമായി ബന്ധപ്പെട്ടാണ് ചുട്ട മറുപടിയുമായിട്ട് ബി ഗോപകുമാർ രംഗത്തെത്തിയത്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. 2 മുന്നണി ഇന്ന് കേരള നിയമസഭയിൽ സെക്ഷൻ എന്താ പറഞ്ഞത്? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ നടത്തുന്നു. ഇപ്പോൾ നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരും ഡീല് നടത്തിയിട്ടാണ് ജയിക്കുന്നതാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം നടത്തുന്നത്. ഒരു കാര്യം 2 മുന്നണിയെ ഓർമ്മപ്പെടുത്തുന്നു: നിങ്ങൾ ജനവിധി അംഗീകരിക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. നേമത്തെയും കഴക്കൂട്ടത്തെയും ചാത്തന്നൂരിലെയും ജനങ്ങൾ മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ കരുതരുത്. 30 ലക്ഷം വോട്ട് എന്ന് BJPക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ 30 ലക്ഷം വോട്ട് ലഭിച്ച വോട്ട് ചെയ്തവർ മണ്ടന്മാരാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളത് പരിശോധിക്കാതിരുന്നാൽ കേരള നിയമസഭയിലേക്ക്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് BJP വരും. അതിന് യാതൊരു സംശയവും വേണ്ട. ഇതാണ്, ഈ നിഷേധാത്മകമായ നിലപാടാണ് ജനങ്ങളോട് ഈ 2 മുന്നണിയും തുടരുന്നത്. നിങ്ങൾ കേട്ടില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് BJP മുഖ്യമന്ത്രി അധികം വൈകാതെ എത്തുമെന്ന കൃത്യമായിട്ട് ബി ഗോപകുമാർ എടുത്തു പറയുന്നത്. നിങ്ങൾ സാമാന്യ മര്യാദ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടോ കേരളത്തിന്റെ ഇന്നത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവിനോടും വ്യക്തമായിട്ട് പറയാ, നിങ്ങൾ ജനവിധി അംഗീകരിക്കോ, നിങ്ങൾ സാമാന്യ മര്യാദ
കേരളത്തിലെ 30 ലക്ഷം വരുന്ന ജനങ്ങൾക്കോട് നിങ്ങൾ കാണിക്കണമെന്ന കൃത്യമായിട്ട് എടുത്തു പറയുന്നത്. ഇവിടെ ഇടതുപക്ഷവും അതേപോലെ തന്നെ UDF ഒരേപോലെ വിജയിച്ചത് അവർ കാരണം ഇവർ ജനങ്ങളാണ് വിജയിപ്പിച്ചത്. കേരളത്തിലെ ഈ BJP അധികാരത്തിലേക്ക് എത്തിക്കാൻ പോകുന്നതും ജനങ്ങളാ. ഇത് വെറുതെ എന്തെങ്കിലും പറയല്ല, വളരെ വ്യക്തമാണ്. കേരളത്തിൽ ഇത്രയും കാലം ഇടതും വലതും ഒരേപോലെ വിളിച്ചു പറഞ്ഞിരുന്നത് എന്തായിരുന്നു? കേന്ദ്രം വിഹിതം തരുന്നില്ല, കേന്ദ്രം അത് തരുന്നില്ല. എന്നാൽ രണ്ടു കൂട്ടരും ഒരേപോലെ സമ്മതിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും BB ഗോപകുമാർ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. അതിനുശേഷം VD സതീശൻ തന്നെ അത് സമ്മതിക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ BB ഗോപകുമാർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. രണ്ടുപേരും യോജിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ്, കേന്ദ്ര ഗവൺമെന്റ് പണം നൽകുന്നില്ല. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ അവസാനം പറഞ്ഞത് ഇപ്പോൾ അക്കൗണ്ടിൽ 6000 കോടി രൂപ ബാലൻസ് ഉണ്ട് എന്ന് KN ബാലഗോപാൽ പറയുന്നു. ഞാൻ അധികാരമേൽക്കുമ്പോൾ 2000 കോടിയേ ഉള്ളൂ, അത് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഗ്രാന്റ് ആണെന്ന് കേരള മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുകയും ചെയ്തു. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും, അത് നികുതി ആയാലും ഗ്രാന്റ് ആയാലും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ആയാലും വളരെ കൃത്യമായും കൊടുക്കുന്നുണ്ട് എന്ന് ഇരു കൂട്ടരും നിയമസഭാ ചർച്ചാവേളയിൽ പലപ്പോഴും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? BJP MLA-മാർ വളരെ വ്യക്തമാണ് കേന്ദ്രം എന്തൊക്കെ തരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോ തെളിവ് സഹിതമാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. BB ഗോപകുമാർ പറഞ്ഞത് സഭയിൽ സതീശൻ അംഗീകരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിരുന്നു. സാർ, ട്രഷറിയിൽ പൈസ വരും, പല രീതിയിൽ വരും. ഇത് IGST ഗ്രാൻഡിൻ്റെ പൈസ വന്നു, ലാസ്റ്റ് ആയപ്പോഴേക്കും വേറെ ചില കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് വന്നു. സാർ, മെയ് 16-ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിൽ ഏറ്റെടുക്കുന്നത്? അതിന് ശേഷം 18 മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. ഇടതുപക്ഷം പറയുന്ന 6000 കോടി ഖജനാവിലില്ല, 2000 കോടിയേ ഉള്ളൂ. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ക്യാഷുകൾ വന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് എല്ലാ തുകയും കേരളത്തിലേക്ക് കൊടുക്കുന്നു എന്ന് കൃത്യമായിട്ട് നിലവിലെ മുഖ്യമന്ത്രി സഭയിൽ സമ്മതിച്ചതാണ് നിങ്ങൾ കേട്ടത്. ഈ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് BB ഗോപകുമാർ എടുത്തു പറയുന്നത്. സതീശൻ സമ്മതിക്കുന്നുണ്ട്, കേരളത്തിലേക്ക് എല്ലാവിധ ക്യാഷുകളും എല്ലാവിധ ആനുകൂല്യങ്ങളും പണമായിട്ടുള്ളത് പണമായിട്ട് തന്നെ തരുന്നുണ്ട് എന്നുള്ളത് BB ഗോപകുമാർ എടുത്തു പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഇടതിന്റെയും വലതിന്റെയും കള്ളത്തരം കൊള്ള ഉൾപ്പെടെ സകലതും BJP MLA-മാർ തുറന്ന് കാണിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും BJP MLA-മാർ വിജയിച്ചതിന് അവിടെയുള്ള ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനെ കുത്തിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ ഇടതിന്റെയും വലതിന്റെയും പൊളിറ്റിക്സ് ഇതാണോ? ഇവിടെ നിങ്ങളെ ജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് തേങ്ങയാ ചെയ്യുന്നത്? ഇപ്പോഴും BJP അവിടെ ജയിച്ചോ? നിങ്ങൾ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കൂ. 8 നിലയിൽ പൊട്ടിയിട്ടും ഇപ്പോഴും ഈ പറയുന്ന ഇടതുപക്ഷം BJP-യുടെ തലയിലേക്ക് കയറാൻ എടുക്കുക. നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ സർക്കാർ ബസ്സുകളിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യം കൊടുക്കൂ. നിങ്ങൾ പറഞ്ഞ ഓരോ കൊല്ലത്തിലും 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ നടപ്പിലാക്കാൻ നോക്കൂ. എത്ര കാലം നിങ്ങൾ BJP-യെ പറഞ്ഞിങ്ങനെ അധികാരത്തിൽ തുടരുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതൊന്നും അധിക കാലം മുന്നോട്ട് പോയില്ല. BB ഗോപകുമാർ പറഞ്ഞതുപോലെ നിങ്ങൾ ജനങ്ങളെയാണ് നിരന്തരം അപമാനിക്കുന്നത്. ഈ കേരള ജനത അധികം വൈകാതെ കേരളത്തില് BJP മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. കാരണം എന്താ? ഇത്രയും കാലം കട്ടുമുടിച്ചതിന്റെ, ഇടതും വലതും കട്ടുമുടിച്ചതിന്റെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാ. അപ്പൊ പുതുതായിട്ട് വന്ന UDF അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതും വലതും കക്കലും മുക്കലും മാത്രമാണ് നടത്തുന്നത് എന്ന് UDF-ന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത് കേട്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് മലയാളികൾ തിരിച്ചറിയും. മൂന്നാമതൊരു മുന്നണിയെ കേരളത്തിൽ അധികം വൈകാതെ കേരള ജനത തിരഞ്ഞെടുക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.